ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് അനുവിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇന്ന് ഇത്രയും നേരം ഞാൻ കണ്ട ലൈവിൽ, അതായത് ഞാൻ ഒരു ഇതിപ്പോൾ 1:30ക്കാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 1:30 വരെ കണ്ട ലൈവിൽ ഞാൻ ഇടാൻ പോണത് അനുവിൻ്റെ പ്രശ്നം ഞാൻ പറയും ഫസ്റ്റ്. സെക്കൻഡ് പറയാൻ പോകുന്നത് നമ്മുടെ ആദിലൈൻ നൂറയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നടന്ന ചർച്ച. പിന്നീട് വന്നത് രേണുസുധിയുടെ വീടിനെ കുറിച്ചുള്ള ഈ 3 ടോപ്പിക്കായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോണത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അനുവിൻ്റെ നിന്നാണല്ലോ ഞാൻ ലാസ്റ്റ് വീഡിയോ നിർത്തിയത്. അപ്പോൾ അനുവിൻ്റെ നിന്ന് തന്നെ തുടങ്ങാം. അനുവിൻ്റെ വീഡിയോയുടെ കാര്യം അനുവിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സംഭവം ഇങ്ങനെയാണ്. ബാത്റൂമിൽ നിന്നിട്ട്, അതായത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആര്യൻ, അഭിലാഷ്, അക്ബർ, ശരത്ത് ഇവർ 3 പേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്ക് ഷാനവാസും നമ്മുടെ നെവിനും കൂടി വരികയും ഷാനവാസ് പറയുകയും, അതായത് ശരത്തിൻ്റെ കഴുത്തുവേദന ഫേക്ക് ആണെന്ന് അനു പറഞ്ഞു. അത് ശരത്ത് അനുവിനോട് ചോദിക്കണം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പം ശരത്ത് എടുത്തെടുത്ത് പറയുന്നുണ്ട്, ചേട്ടാ ഞാൻ കേട്ടില്ലല്ലോ, ഉള്ളതാണോ എന്ന് അറിയത്തില്ല. അപ്പം എന്നിട്ടും ഷാനവാസ് നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോയി അവിടെ ചെന്ന് അനുവിനോട് ചോദിക്കുമ്പോൾ അനു പറയുന്നു, ചേട്ടാ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, അതായത് കിടന്ന വഴിക്കെങ്ങാണ്ട് കഴുത്തുളിക്കിയതാവാം, അതിന് മെഡിസിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് ചൂട് വെച്ചാൽ പോവും, അങ്ങനെയൊക്കെയാണ്, ഞാൻ അങ്ങനെ എല്ലാത്തിനും മെഡിസിൻ കഴിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഷാനവാസ് ആണോ ശരത്താണോ എന്ന് അറിയത്തില്ല, പറയുന്നുണ്ട് ഷാനവാസ് ആണെന്ന് തോന്നുന്നു, ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മരുന്ന് എടുത്ത് കൊടുക്കുന്നതോ, ഡോക്ടർ ഈ പെയിനുള്ള മരുന്ന് എഴുതുന്നതോ എന്ന് ചോദിച്ചു. അപ്പോൾ അനു പറഞ്ഞു, അത് ചില ഡോക്ടേഴ്സ് നിവർത്തിയില്ലാതെ എഴുതി തരുന്നതായിരിക്കാം, അതായത് അവള് കൂട്ടിച്ചേർക്കാൻ ചിലപ്പോൾ വിട്ടുപോയതായിരിക്കും, പേഷ്യൻറ്റിൻ്റെ നിർബന്ധപ്രകാരം അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ കഴിവതും അവർ മെഡിസിൻ എത്ര കഴിക്കുന്നതെന്ന് ചോദിച്ച് നമ്മളെ ഏറ്റവും അറിയാവുന്ന ഡോക്ടേഴ്സ് അങ്ങനെ ചെയ്യാറുണ്ട്. അതെ, ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ എന്നോടും ഡോക്ടേഴ്സ് പറയാറുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ പെയിൻ കില്ലറൊന്നും വാരി കഴിക്കരുത് എന്ന് പറയാറുണ്ട്. പിന്നെ ഇപ്പോൾ എനിക്ക് ആസ്മയുടെ പ്രശ്നമുണ്ട്, അപ്പോൾ അങ്ങനെ പറയാറുണ്ട്. നമ്മൾ ഏറ്റവും അടുത്ത ഡോക്ടേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട്. മേ ബി അതായിരിക്കാം അനു അവിടെ പറഞ്ഞിട്ടുണ്ടാവുക. ഇത് പക്ഷേ ഷാനവാസ് വളച്ചൊടിച്ച, അപ്പോൾ നീ പറയുന്നത് കാശിന് വേണ്ടിയാണ് ഡോക്ടർമാർ മരുന്ന് എഴുതുന്നത്, അപ്പം നീ എല്ലാ ഡോക്ടേഴ്സിനെയും കൂടിയാണ് പറയുന്നത്. അത് അനുവിന് ഭയങ്കര വിഷമായി. അപ്പോൾ ശരത്ത് ഇതിനടുത്ത് ഇങ്ങനെ പറഞ്ഞു, നീ എന്തിനാ അങ്ങനെ പറയുന്നത്, എൻ്റെ വേദന ഫേക്ക് ആണെന്ന് അങ്ങനെയൊക്കെയാണോ പറയേണ്ടത്, അല്ലെങ്കിൽ തന്നെ നീ എന്ത് സ്റ്റേറ്റ്മെൻറ്റാണ് ഈ പറയുന്നത് ഡോക്ടർമാർ. അപ്പോൾ അനു പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ ഡോക്ടർമാർ കാശ് വാങ്ങിക്കുന്നു അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ അനു കരച്ചിലായി പിഴിച്ചിലായി അനു വേറെടുത്ത് പോയി ഇരിക്കുന്നു. ആ സമയത്ത് ബിന്നി കയറി വരുന്നു കിച്ചണിൽ നിന്ന്. അപ്പം ബിന്നി പറയുന്നു, നീ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, നീ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. അപ്പം ബിന്നി അത് കേട്ടിട്ടില്ല. അപ്പം ബിന്നി ഓടി വരുന്നപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്ന് പറയുന്നു. അപ്പം ഡോക്ടർമാർ ക്യാഷിന് വേണ്ടി ഇങ്ങനെ മെഡിസിൻ എഴുതുകയെന്ന് പറഞ്ഞപ്പോൾ ബിന്നി പറഞ്ഞു, നീ അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ. അപ്പോൾ അനു ചോദിക്കുന്നുണ്ട്, നീക്ക് പറഞ്ഞു, ഞാൻ കേൾക്കുന്നത്, ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അനുവിന് അറിയാം അനു അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടില്ല എന്ന്. അപ്പോൾ ഇതെല്ലാവരും കൂടി ഉള്ളായപ്പോഴത്തേക്കിനും അനുവിന് കരച്ചിൽ സഹിക്കാൻ പറ്റാതെ അനു ഭയങ്കരമായിട്ട് കരഞ്ഞ് പുറത്ത് പോയിരുന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ ഷാനവാസ് ചെന്നപ്പോൾ അനു ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാൻ എപ്പോഴാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഷാനവാസ്, നീ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കുറേ ഇങ്ങനെ അവിടെ കിടന്ന് മെഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇവർ ബാക്കിയുള്ളവർ വീണ്ടും ഇതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്ത് സംസാരിച്ച് സോൾവ് ആക്കാൻ വന്നപ്പോഴത്തേക്കിന് വീണ്ടും ഷാനവാസ് വീണ്ടും തിരിഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഷാനവാസ്, ഇതെന്താ ഇങ്ങനെ, ഇനി ഗെയിമിങ് സ്ട്രാറ്റജിയാണോ, ഇനി പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡാണോ, എനിക്കറിയത്തില്ല. അതിനെക്കുറിച്ച് ഇപ്പോഴും എനിക്കൊരു വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ടാണ് പുള്ളി ഒരു നാരദൻ ടൈപ്പ് കളിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഇനി ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ, എങ്കിൽ പുള്ളിക്ക് തന്നെ ഉണ്ടാക്കുകയല്ല, പുള്ളി മറ്റുള്ളവരെ കൊണ്ട് വഴക്കുണ്ടാക്കിച്ച് അതിൽ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കുവാണോ എന്താണെന്നറിയില്ല. അതാണ് അനുവിൻ്റെ പ്രശ്നം. അവസാനം ഇത് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ബിഗ് ബോസ് എല്ലാവരെയും വിളിക്കുന്നു. ബിഗ് ബോസ് തന്നെ ചോദിക്കുന്നു, നിങ്ങൾ എന്ത് കാര്യമാണ് രാവിലെ മുതൽ കാണിച്ചു കൂട്ടുന്നത്, എന്തൊക്കെ നാടകീയമായ രംഗങ്ങളാണ് എന്നൊക്കെ ചോദിച്ചു. നിങ്ങളെല്ലാവരും കൂടി സ്ക്രിപ്റ്റായിട്ട്, സാധാരണ എല്ലാവരും പറയുന്നത് ബിഗ് ബോസ് സ്ക്രിപ്റ്റാണ്, ഇപ്പോൾ ബിഗ് ബോസ് തന്നെ കൺഫ്യൂഷനായി, ഇത് സ്ക്രിപ്റ്റാണോ നിങ്ങൾ ഈ ചെയ്യണേന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചെയ്തു വെച്ചതൊക്കെ ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആദ്യം ചെയ്തത് നമ്മുടെ സുപ്രഭാതത്തിൻ്റെ റീക്രിയേഷനാണ് ആയിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ അനീഷ് ഭയങ്കരമായിട്ട് ട്രിഗർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു സാധനം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻ ബിറ്റ്വീൻ അത് കഴിഞ്ഞിട്ട് അത്രയും കാര്യങ്ങളാണ് നമ്മുടെ അനുവിൻ്റെ ആ ഒരു പ്രശ്നവും ഈ റീക്രിയേഷൻ ചെയ്തതും ഒക്കെ ഒരു ടാസ്ക് പോലെ അത് കുറച്ച് ഇതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, പക്ഷെ കണ്ടിരിക്കായിരുന്നു.
അടുത്ത സെഗ്മെന്റ് ആയിരുന്നു. അപ്പം അടുത്ത ഇതിന് 11:45 വീണ്ടും, അതായത് ടി വിയിൽ ലൈവ് കാണിക്കുന്ന സമയം കേട്ടോ ഞാൻ ഈ പറയണേ. ലൈവ് ഓൾറെഡി എഡിറ്റഡ് ആണല്ലോ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആർക്കൊക്കെ അവരുടെ സ്ഥാനങ്ങൾ വേണമെന്ന് ബിഗ് ബോസ് ചോദിക്കുന്നു. അപ്പം വേണ്ടവർക്ക്, അപ്പം എല്ലാവരും എഴുന്നേക്കുന്നു, വേണ്ടുന്നവരൊക്കെ എഴുന്നേക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഫസ്റ്റ് പണിപ്പുര ടാസ്ക് എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഓരോ തവണയും പോകാൻ വേണ്ടിയിട്ട്, പണിപ്പുരയിലേക്ക് ഓരോ തവണയും പോകാൻ വേണ്ടിയിട്ട് ഓരോ ആക്ടിവിറ്റിയാണ് ഉള്ളത്. നോമിനേഷനിൽ ഇല്ലാത്ത 2 പേർക്കാണ് ഇന്ന് പണിപ്പുരയിൽ പോകാൻ അവസരമുള്ളത്. അതായത് നോമിനേഷനിൽ ഇല്ലാത്ത 2 പേർക്ക്. മനസ്സിലായല്ലോ? ഞാൻ വീണ്ടും ഒന്നുകൂടി ഇന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്നിട്ട് ബിഗ് ബോസ് എടുത്തെടുത്ത് അപ്പം ആരൊക്കെയാണ് പോകേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാൻ പറഞ്ഞു. വീണ്ടും കലവില ഭയങ്കര കലവില കേട്ടോ എന്തായാലും. അപ്പം സ്വന്തം ആയിട്ടോ അല്ലെങ്കിൽ വീടിന് വേണ്ടി കൂടി എടുക്കുന്ന ബുദ്ധിപൂർവമായിട്ട് ആൾക്കാരെ പറഞ്ഞു വിടാൻ വേണ്ടി ബിഗ് ബോസ് ഇങ്ങനെ അവരോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അഭിലാഷ് എഴുന്നേറ്റ് പറയുന്നുണ്ട്, എന്താ ഒരു കാര്യം നമ്മുടെ ആദിലയും നൂറയും എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റ് ആണെങ്കിലും 2 പേർക്കും കൂടി ഒരുമിച്ച് എൻ്റർ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ ഒരാളും കൂടിയായ 3 പേരാവും. അത് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത് ഇവർ ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി ബിഗ് ബോസ് അതിനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇവർ 2 പേരും ഒരു കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് എടുക്കുന്നതിന് ലിമിറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം അങ്ങനെയാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പം അതിന് വന്നിരിക്കുന്ന ആദില, നൂറ, അക്ബർ, ഈ 3 പേരാണ് പണിപ്പുരയിലേക്ക് പോകാനായിട്ട് എടുത്തിരിക്കുക. അത് ഇനി ആവത്തേയുള്ളൂ, പണിപ്പുരയിലേക്ക് പോയിട്ടില്ല അവർ. അപ്പോൾ അവർ 3 പേരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് അത് കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത ടോപ്പിക്ക് നമ്മുടെ വരുന്നത്, അടുത്ത ടോപ്പിക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതായത് 2ാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആദിലയ്ക്കും നൂറയ്ക്കും അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ. അപ്പോൾ അതാരാ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം അനീഷാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് 2 പേർക്കും ഒരു ഒപ്പീനിയൻ എടുക്കണമെങ്കിൽ ചർച്ച ചെയ്യണം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് വരുന്ന അവനവൻ്റെ പേഴ്സണാലിറ്റി കാണിക്കാനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വം കാണിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാൻ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. അത് ആ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഇല്ല എന്ന് സ്റ്റേറ്റ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ആക്ച്വലി അനീഷിൻ്റെ ഭാഗത്തുനിന്നുണ്ടായൊരു ക്വസ്റ്റ്യൻ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും തോന്നി അതൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലായ്മയുണ്ട്. പക്ഷെ ഇവരെ തങ്ങളെ 2 ഇതാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ റിലേഷനെ ബാധിച്ചാലോ എന്ന് വെച്ചായിരിക്കാം മേ ബി ബിഗ് ബോസ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും. പക്ഷേ ആ ഒരു ചോദ്യം ആക്ച്വലി റിലവൻ്റ് ആണ്. പക്ഷേ ഇതൊരു വേറൊരു ടൈപ്പ് ഓഫ് ഗെയിം എന്ന് ചിന്തിച്ചാൽ ഇത് നല്ലതാണ്. കാരണം ഇങ്ങനെ 2 പേരും ഒരു കണ്ടസ്റ്റൻ്റായിട്ട് മത്സരിക്കുക എന്ന് പറയുന്നതും നല്ലൊരു തീമാണല്ലോ. അപ്പോൾ അങ്ങനെയും ചിന്തിക്കാം. പക്ഷെ വ്യക്തിത്വപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇവർ 2 പേരും കൂടെ ചിന്തിച്ചിട്ട് ചർച്ച ചെയ്തിട്ട് വേണം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ. അപ്പം ഒറ്റ ഇൻഡിവിജ്വാലിറ്റിയിൽ കാണിക്കാൻ പറ്റില്ല. അതിനെക്കുറിച്ച് ഒരു തർക്കം ആദില, നൂറ ആയിട്ട് നടന്നു. അവസാനം എല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ഉത്തരം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അനീഷിൻ്റെ സ്ഥിരം പല്ലവി മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. സ്ഥിരമായിട്ട് അതൊരു ഐക്കോണിക്, അനീഷിൻ്റെ ഒരു എന്താ പറയുക, സൈലന്റ് നടത്തമുണ്ട്. അതൊരു ഐക്കോണിക് സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുക ബിഗ് ബോസിൽ. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2 കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള. അനുവിൻ്റെ പ്രശ്നവും പിന്നെ ഇതേപോലെ ആദിലയുടെ നൂറയുടെയും അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലായ്മയും. അതാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. അനുവിൻ്റെ ഓക്കെ, അത് സോൾവ് ആയി. ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്, ഇപ്പോഴും അതിനൊരു ആൻസർ കിട്ടിയിട്ടില്ല. നെക്സ്റ്റ് വരുന്നതാണ് രേണുവിൻ്റെ വീടിനെ കുറിച്ച് ആദിലയും നൂറയും കഴിക്കാനിരിക്കുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വീട് ചോർച്ചയുണ്ടാകുന്നത്. ഇത് സെൻസിറ്റീവ് കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ, സെൻസിറ്റീവ് ആണോ എന്ന് വെച്ചാൽ എനിക്ക് ഒരു ഇതിൽ പോയിക്കൊണ്ടിരുന്നതാണല്ലോ, പക്ഷെ ഇത് കട്ട് ചെയ്യാതൊക്കെ ഇറങ്ങിയത്. അപ്പോൾ നമുക്കും സംസാരിക്കാം. അപ്പോൾ ഇതിന് ചോർച്ചയുണ്ട്, അതെന്തിനാണ് ചേച്ചി ഇത് പബ്ലിക്കായിട്ട് പറഞ്ഞ് ദാനം തന്നെയല്ലേ എന്നൊരു ചോദ്യം ആദില ഇങ്ങനെ ചോദിക്കുന്നുണ്ട് രേണുവിനോട്. അപ്പോൾ രേണു പറഞ്ഞു എനിക്കങ്ങനെ പറയണമെന്ന് തോന്നി. അപ്പോൾ ആദ്യം ചോദിക്കുന്നുണ്ട് പേഴ്സണൽ കാര്യമാണ്, ആദില ചോദിക്കുന്നുണ്ട് പേഴ്സണൽ കാര്യമാണ്, ചേച്ചിക്ക് ചോദിക്കുന്നുണ്ട് കുഴപ്പമുണ്ട്, എനിക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ രേണു പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമില്ല ചോദിച്ചോ. അപ്പോൾ ഈ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ രേണു പറയുന്നുണ്ട് എനിക്കത് പറയണം തോന്നി, അങ്ങനെ
അല്ല എനിക്ക് മീഡിയയോട് അങ്ങനെ അവർ ചോദിച്ചപ്പോൾ ഞാനായിട്ട് പോയി പറഞ്ഞില്ല, അവർ ചോദിച്ചപ്പോൾ എനിക്ക് പറയണമെന്ന്. അപ്പോൾ അതിൽ പറഞ്ഞു എന്തൊക്കെയായാലും ചേച്ചി അത് പറയേണ്ടിയിരുന്നില്ല, കാരണം ഒരാൾക്ക് വീട് കിട്ടുക വീട് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പം അത്രയ്ക്ക് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതെ, അനുവും അത് പറഞ്ഞു. അനു പറഞ്ഞു അവിടെ ചോർച്ച ഇല്ലെന്നാണല്ലോ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇങ്ങനെ ചോദിച്ച് അവസാനം രേണു കുറച്ചൊന്ന് ട്രിഗറായി. അപ്പോൾ കുറച്ച് വോയിസ് ഒക്കെ ഒന്ന് റൈസായി, അവിടെ ചെറിയൊരു സംസാരം ഉണ്ടായി. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു തോട്ട്സ്, എനിക്ക് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. ഒരാൾക്ക് കിടക്കാൻ കൊടുക്കുന്ന വീട് എന്ന് പറയുന്നത്, നമുക്ക് വീട് എപ്പോഴും എന്തിനാണ്, നമുക്ക് സുരക്ഷിതമായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പണിഞ്ഞു കൊടുക്കുന്ന ഒരു സാധനം. അതിനകത്ത് സ്വസ്ഥവും സമാധാനമായിട്ട് കിടക്കണം. അതിൻ്റെ ഒരു ഭാഗത്തുനിന്ന് ചോർച്ച ഉണ്ടാകുമ്പോൾ തന്നെ ദാനം കിട്ടിയതാണ്. അപ്പം നമുക്ക് ഒരു ഭാഗത്തു നിന്ന് തന്നെ ചോർച്ച ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. ദൈവം ഇത് എങ്ങനെയാണ് പണിഞ്ഞിരിക്കുന്നത്, നമ്മളാ പണിഞ്ഞെങ്കിൽ നമുക്കറിയാം നമ്മുടെ വീട് എങ്ങനെയാണെന്ന്. അതേസമയം മറ്റൊരാൾ നമുക്ക് താനായിട്ട് തരുമ്പോൾ ഓക്കെ, അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതിലെന്തെങ്കിലും പോരായ്മ വരുമ്പോൾ നമുക്ക് തോട്ട് വരും, ഇത് സുരക്ഷിതമാണോ ഇവിടെ കിടക്കുന്നത്, അത്രയ്ക്ക് നല്ല മഴയാണ് പെയ്തുകൊണ്ടിരുന്നത്, അപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് സുരക്ഷിതമാണോ. നമ്മളൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഫ്ലാറ്റ് ഈ ആൾക്കാർക്ക് വെച്ച് കൊടുക്കില്ല, ഈ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ അതിലെന്തെങ്കിലും പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ജനങ്ങൾ അത് വന്നെന്ന് പറയുമ്പോൾ നമ്മൾ ഗവൺമെൻറ്റിനെ ചോദ്യം ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ നേരെ മറിച്ച് രേണുവിനെ അത് ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. എനിക്കത് നേരത്തെ കണ്ടപ്പോഴേ എനിക്കത് ചോദിക്കണം എന്നുണ്ടായിരുന്നു. ആക്ച്വലി എന്തുകൊണ്ട് രേണു ഇത് പബ്ലിക്കലി വന്ന് പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ വായിന്ന് പോയതായിരിക്കാം. പബ്ലിക്കലി പറയണം എന്ന് തോന്നിയിട്ടുണ്ടാവും പുള്ളിക്കാരിക്ക്. അപ്പോൾ അതൊക്കെ പുള്ളിക്കാരുടെ ചോയ്സാണ്, അത് പറയാതിരിക്കുക. പക്ഷേ വീടെന്ന് പറയുന്നത് എപ്പോഴും ഒരു നമുക്ക് സ്വപ്നം മാത്രമല്ല, ഇതൊരു സുരക്ഷയും കൂടിയാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു ദാനം കിട്ടുമ്പോൾ ഉണ്ടായാൽ പോലും ആൾക്കാർക്ക് മനസ്സിലൊരു പേടി ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഗ്മെൻറ്റ് ഇവിടെ നിർത്താം. ഈ ഒരു സെഗ്മെൻ്റ് അല്ല, ഈ ഒരു ലൈവിൻ്റെ ഈ ഒരു പാട്ട് ഞാനിവിടെ നിർത്താണ്. ഇനി വേറെ ജസീലിൻ്റെയും പിള്ളേരുടെയും ഒരു ചെറിയ സാധനമുണ്ട്, ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. അപ്പം ഞാൻ അതിനെക്കുറിച്ച് പറ്റുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അടുത്ത വീഡിയോ ഇന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും പറയാം, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.